വായിക്കും. 7ാം ക്ലാസ്സിലെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറുകൾ നോക്കാം. പാഠഭാഗത്തിൽ നിന്നതും. പാഠം 1. പ്രിയപ്പെട്ട കൊച്ചുമകൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തോളിലൊരു കുട്ടി കിടക്കുന്നു. ആരാണ് ആ കുട്ടി? ഹസൻ റളിയല്ലാഹു അൻഹു. ഹസൻ റളിയല്ലാഹു അൻഹുവിനെ തോളിൽ കിടത്തിക്കൊണ്ട് നബി തങ്ങൾ എന്ത് പറഞ്ഞു? അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബു വഹിബ്ബഹു. അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബു വഹിബ്ബഹു എന്നതിന്റെ അർത്ഥം എന്ത്? അല്ലാഹുവേ, ഞാൻ ഇവനെ ഇഷ്ടപ്പെടുന്നു, ഇവനെ നീയും ഇഷ്ടപ്പെടണമേ. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയും ഉപ്പയും ആരാകുന്നു? അലി റളിയല്ലാഹു അൻഹുവും ഫാത്തിമ ബീവിയും. ഹസൻ റളിയല്ലാഹു അൻഹു എവിടെ എപ്പോൾ ജനിച്ചു? ഹിജ്റ 3-ാം വർഷം റമളാനിലായിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹു മദീനയിൽ ജനിച്ചത്. ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചപ്പോൾ നബി തങ്ങൾ എന്ത് ചെയ്തു? ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സന്തോഷം പ്രകടിപ്പിക്കുകയും കുട്ടിക്ക് മധുരം നൽകുകയും ഹസൻ എന്ന് പേരിടുകയും ചെയ്തു. ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ച് 7ാം ദിവസം നബി തങ്ങൾ എന്ത് ചെയ്തു? 7ാം ദിവസം അഖീഖ അറുക്കുകയും മുടിയുടെ തൂക്കം വെള്ളി ദാനം ചെയ്യുവാൻ പറയുകയും ചെയ്തു. നബിയുമായി എങ്ങനെയുള്ള ഒരാൾ ആയിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹു? നബിയോട് വളരെ ശാരീരിക സാമ്യമുള്ള ആളായിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹു. ഹസൻ റളിയല്ലാഹു അൻഹു വളരെ നിഷ്കർഷത പുലർത്തുന്ന ഒരാളായിരുന്നു. ഏത് കാര്യങ്ങളിൽ? സൽസ്വഭാവം, ഇബാദത്തുകൾ എന്നീ കാര്യങ്ങളിൽ. എപ്പോഴാണ് ഹസൻ റളിയല്ലാഹു അൻഹു ഖലീഫയായി ബൈഅത്ത് ചെയ്തത്? അലി റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ. ആരാണ് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി ബൈഅത്ത് ചെയ്തത്? തലസ്ഥാനമായ കൂഫയിലെ ജനങ്ങൾ അദ്ദേഹത്തെ ഖലീഫയായി ബൈഅത്ത് ചെയ്തു. ഹസൻ റളിയല്ലാഹു അൻഹു ഖലീഫയായി ബൈഅത്ത് ചെയ്തത് ആർക്കാണ് ഇഷ്ടപ്പെടാതിരുന്നത്? ദമസ്കസിലെ ഗവർണറായ മുആവിയ റളിയല്ലാഹു അൻഹു ഇതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. മുആവിയ റളിയല്ലാഹു അൻഹു ഇതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഒരു യുദ്ധത്തിനുള്ള സാഹചര്യം ഉരുണ്ടുകൂടുകയും ചെയ്തു. ഇതൊഴിവാക്കാൻ വേണ്ടി ഹസൻ റളിയല്ലാഹു അൻഹു അധികാരം മുആവിയ റളിയല്ലാഹു അൻഹുവിനെ വിട്ടുകൊടുത്തു. എന്നാണ് അധികാരം മുആവിയ റളിയല്ലാഹു അൻഹുവിനെ വിട്ടുകൊടുത്തത്? ഹിജ്റ 40-ലായിരുന്നു. ആമുൽ ജമാഅത്ത് അഥവാ ഐക്യവർഷം എന്നാൽ എന്ത്? ഹസൻ റളിയല്ലാഹു അൻഹു ഹിജ്റ 40-ാം വർഷം മുആവിയ തങ്ങൾക്ക് അധികാരം വിട്ടുകൊടുത്തു. ഇതിനാണ് ആമുൽ ജമാഅത്ത് അഥവാ ഐക്യവർഷം എന്ന് പറയുന്നത്. അധികാരം മുആവിയ റളിയല്ലാഹു അൻഹുവിനെ വിട്ടുകൊടുത്ത് കൈമാറിയ ശേഷം ഹസൻ റളിയല്ലാഹു അൻഹു എങ്ങോട്ടാണ് പോയത്? മദീനയിലേക്ക്. ഹസൻ റളിയല്ലാഹു എങ്ങനെയാണ് വഫാത്തായത്? വിഷബാധ ഏറ്റ്. ഹസൻ റളിയല്ലാഹു അൻഹു ഏത് വർഷമാണ് വഫാത്തായത്? ഹിജ്റ 49. ഹസൻ റളിയല്ലാഹുവിന്റെ ഖബർ എവിടെ? ജന്നത്തുൽ ബഖയിലാണ് ഹസൻ റളിയല്ലാഹുവിന്റെ ഖബർ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.